ഓക്കെ. അപ്പം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ടാഗ് എന്ന് പറയുന്നത് ടേബിൾ ടാഗ് തന്നെയാണ്. അപ്പം നമ്മളൊരു വെബ് പേജിൽ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ട ടാഗ് ടേബിൾ ടാഗാണ്. ഈ ടേബിൾ ടാഗിന് 3-4-5 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആട്രിബ്യൂട്ടാണ് ബോർഡർ എന്ന് പറയുന്നത്. അതായത് വെറുതെ നമ്മൾ ഈ ടേബിൾ ടാഗ് മാത്രം കൊടുത്തിട്ട് അതിനകത്ത് റോ ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡേറ്റയൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ബോർഡർ വരത്തില്ല. വെറും അതിനകത്ത് കണ്ടൻറ്റ് മാത്രം റോയിലും കോളത്തിലും അറേഞ്ച് ചെയ്യത്തുള്ളൂ. ആ ടേബിളിൻ്റെ ഒരു ബോർഡർ വരയ്ക്കണം. ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ബോർഡർ ഉള്ളെങ്കിൽ എന്താണ്, ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നുള്ള കാണിച്ചു തരാം. അപ്പം ബോർഡർ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ബോർഡർ ഒരു ആട്രിബ്യൂട്ടിനൊരു വാല്യൂ കൊടുത്തിരിക്കണം. ബോർഡർ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആയിട്ട് 1, 2, 3, 4 എന്നുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാം. ഈ 1, 2, 3, 4 കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തിക്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നോർമലായിട്ടൊരു ലൈൻ ബോർഡറായിട്ട് മതിയെങ്കിൽ ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുത്താൽ മതി. ആ ബോർഡർ ലൈൻ്റെ തിക്നെസ് കൂട്ടി കൊടുക്കണമെങ്കിൽ നമുക്ക് ബോർഡറിൻ്റെ വാല്യൂസ് ആയിട്ട് എന്ത് ചെയ്യാം, 2, 3, 4 എന്നുള്ള വാല്യൂസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ട് ടേബിളിൻ്റെ ഒരു ബോർഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പിന്നെയുള്ള ബോർഡർ കളറാണ്. ബോർഡർ കളർ മീൻസ് ആ ബോർഡറിനൊരു കളർ കൊടുക്കണമെങ്കിൽ നമുക്ക് ബോർഡർ കളർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. ബോർഡർ കളർ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനുള്ളിൽ ബ്ലൂ എന്നോ കളറിൻ്റെ നെയിം കൊടുക്കാം, അല്ലെങ്കിൽ ആ 6 ഹെക്സാഡെസിമൽ കോഡ് വേണമെങ്കിലും കൊടുക്കാം. കളറിൻ്റെ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ കളറിൻ്റെ പേര് കൊടുക്കാം. ബോർഡർ കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ലൈൻ ബ്ലൂ കളറിൽ ഡിസ്പ്ലേ ചെയ്യും. അലൈൻ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടൊരു ടേബിളിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും. അത് ബ്രൗസർ വിൻഡോൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും ടേബിളിൻ്റെ അലൈൻമെൻറ്റ് ഉണ്ടാവുക. ആ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ആ ടേബിൾ റൈറ്റിലോ സെൻറ്ററിലോ വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം അലൈൻ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് ആ ടേബിളിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ലെഫ്റ്റിലോ റൈറ്റിലോ സെൻറ്ററിലോ ആക്കി മാറ്റി കൊടുക്കാൻ പറ്റും. ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം ഓർമ്മയുണ്ടാവണം. ബോർഡർ മീൻസ് ടേബിളിൻ്റെ ഒരു ബോർഡർ വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആട്രിബ്യൂട്ടാണ് ബോർഡർ. ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ ലൈനായിരിക്കും ബോർഡറായിട്ട് വരിക. ബോർഡർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോർഡർ ലൈന് കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാവും. അത് നമുക്ക് ചെയ്യുമ്പം കുറച്ചുകൂടെ ക്ലിയർ വരും. ബോർഡർ കളർ മീൻസ് ബോർഡർ ലൈനിന് കളർ കൊടുക്കാൻ വേണ്ടി ബോർഡർ കളർ ഉപയോഗിക്കാം. അലൈൻ ആട്രിബ്യൂട്ട് ഉപയോഗിച്ചാൽ ടേബിളിൻ്റെ പൊസിഷൻ ലെഫ്റ്റിലോ റൈറ്റിലോ സെൻറ്ററിലോ ആക്കി നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ കഴിയും. BG കളർ എന്ന് പറഞ്ഞാൽ ആ ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് BG കളർ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. ബോഡിക്കകത്ത് BG കളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെബ് പേജിൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ടിൽ കളർ മാറും. ടേബിൾ ടാഗിനുള്ളിൽ BG കളർ എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് BG കളർ. അതേപോലെ തന്നെ ആ ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിക്കാം. ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ബാക്ക്ഗ്രൗണ്ട് ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നത് ഇമേജ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതായത് ചിത്രം കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചിത്രം കൊണ്ടുവരണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അതേപോലെ സെൽ സ്പേസിംഗ് ഉണ്ട്, സെൽ പാഡിംഗ് ഉണ്ട്. സെൽ സ്പേസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സെല്ലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽ സ്പേസിംഗ് ഉപയോഗിക്കുക. അതിൻ്റെ വാല്യൂ നമുക്ക് പിക്സലിൽ കൊടുക്കാം. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡർ ലൈനിൽ നിന്നും എന്തുമാത്രം മാറിയാണ് കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. സെൽ സ്പേസിംഗ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും. സെൽ സ്പേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ബിറ്റ്വീൻ 2 സെൽസാണ്. സ്പേസ് ബിറ്റ്വീൻ ടേബിൾ സെൽസ്, ടേബിൾ സെൽസുകൾക്കിടയിലുള്ള സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സെൽ സ്പേസിംഗ്. സെൽ പാഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിൻ്റെ ഓരോ സെല്ലിൻ്റെയും ബോർഡറിൽ നിന്നും എന്തുമാത്രം മാറി വേണം ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ ഇത് കൊടുക്കുന്നതാണ് സെൽ പാഡിംഗ് എന്ന് പറയുന്നത്. പിന്നുള്ളത് വിഡ്ത്ത് ഹൈറ്റ്, അതായത് ടേബിളിൻ്റെ വിഡ്ത്തും ടേബിളിൻ്റെ വീതിയും ഹൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാം. ഫ്രെയിം മീൻസ് ടേബിളിനുള്ളിൽ ഒരു ഫ്രെയിം കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ഫ്രെയിം ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അപ്പോൾ ടേബിളിന് ഇത്രയും ആട്രിബ്യൂട്ട്സ് ആണ് ഉള്ളത്. അതായത് ബോർഡർ, ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്, വിഡ്ത്ത്, ഹൈറ്റ്, ഫ്രെയിം. ഇതിൽ കുറച്ച് ആട്രിബ്യൂട്ട്സ് ഒക്കെ ഓർമ്മയുണ്ടാവണം. ഇപ്പോൾ ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ബോർഡർ, ബോർഡർ കളർ, അലൈൻ, BG കളർ, ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിംഗ്, സെൽ പാഡിംഗ്, വിഡ്ത്ത്, ഹൈറ്റ്, ഫ്രെയിം. ഇതിനകത്ത് നമ്മൾ
ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ബോർഡർ ഉപയോഗിക്കാം, ബോർഡർ കളർ, അലൈൻ, ബിജി കളർ, അതേപോലെ സെറ്റ് സ്പേസിങ്, സെൽഫ് പാഡിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാം, ഓരോന്ന് വരുമ്പോൾ ആ ടേബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് ചെയ്യാനുള്ള കാര്യം വെച്ചാൽ ഫ്രെയിം ആട്രിബ്യൂട്ടിനുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ വോയിഡ്, എബോ, ബിലോ. ഫ്രെയിം മീൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് ഫ്രെയിം ആട്രിബ്യൂട്ട് വെച്ചിട്ട്, കാണിച്ചു തരാം. ഇത് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഫ്രെയിം ആട്രിബ്യൂട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് മാറ്റം വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനകത്ത് എക്സാമ്പിളിനകത്ത് ചെയ്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഫ്രെയിമിന് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് വോയിഡ്, എബോവ്, അതേപോലെ ബിലോ. എന്ന് വെച്ചാൽ വോയിഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബോർഡേഴ്സ് ഉണ്ടാവില്ല. എബോ മീൻസ് കഴിഞ്ഞാൽ ബോർഡർ ടേബിളിൻ്റെ ടോപ്പിൽ മാത്രം ബോർഡർ ഉണ്ടാവും. ബിലോ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേബിളിൻ്റെ താഴെ മാത്രമേ ബോർഡർ ഉണ്ടാവത്തുള്ളൂ. അതേപോലെ എച്ച് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ സൈഡ്സ് താഴെയും മുകളിലും ബോർഡർ ഉണ്ടാവും. അതേപോലെ LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ ബോർഡർ ഉണ്ടാവുള്ളൂ. RHS എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് മാത്രമേ ബോർഡർ ഉണ്ടാവുള്ളൂ. V സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ സൈഡ്സിൽ ബോർഡർ ഉണ്ടാവും. ബോക്സ് മീൻസ് ബോക്സ് ടൈപ്പിലായിരിക്കും ബോർഡർ ഡിസ്പ്ലേ ചെയ്യുക. പിന്നെ ഇതിനകത്ത് ടേബിളിനകത്ത് ഇനിയുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഏതൊക്കെ ടാഗ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ടേബിള്, TR, TH, TD. അതാണ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള 4 ഇമ്പോർട്ടൻറ്റ് ടാഗ്സ്. ടേബിൾ എന്ന് പറഞ്ഞാൽ മെയിൻ ടാഗാണ്. അതിനുള്ളിൽ ഒരു റോ മീൻസ് ഒരു വരി ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗാണ് TR ടാഗ്. TR ടാഗ് ഉപയോഗിച്ചിട്ടാണ് ടേബിൾ റോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. റോസ് ഇൻ എ ടേബിൾ ആർ ക്രിയേറ്റഡ് യൂസിങ് TR ടാഗ്. ഈ പറയുന്ന എല്ലാം കണ്ടെയ്നർ ടാഗാണ്. അത് ടേബിൾ ടാഗിനുള്ളിലായിരിക്കണം TR ടാഗ് വരേണ്ടത്. അതായത് ടേബിൾ തുടങ്ങുന്നിടത്ത് ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്യുക. ആ ടേബിളിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ടേബിൾ ടാഗ് ക്ലോസ് ചെയ്യുള്ളൂ. ഓരോ റോയും ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് TR ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുക. പിന്നെ അതിനകത്ത് ആ റോയ്ക്കകത്ത് നമ്മൾ ഹെഡിങ് ആണെങ്കിൽ TH ടാഗ് ഉപയോഗിച്ചും ഡേറ്റയാണെങ്കിൽ TD ടാഗ് ഉപയോഗിച്ചുമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം 4 ടാഗാണ് പറഞ്ഞത്. ടേബിൾ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. TR ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോസ് ക്രിയേറ്റ് ചെയ്യാം. TH ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിളിൻ്റെ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാം. TD ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെഡിങ്ങും ഡേറ്റ ഞങ്ങൾ വ്യത്യാസം. ഹെഡിങ് ആണെങ്കിൽ കുറച്ച് ബോൾഡായിട്ടും കുറച്ച് വലുപ്പത്തിലൊക്കെ ആയിട്ടായിരിക്കും ഹെഡിങ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ ടേബിളിനകത്ത് ഫസ്റ്റ് റോ ഹെഡിങ് ആണെങ്കിൽ ആ ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TH ടാഗ് ഉപയോഗിക്കാം. അതേപോലെ ആ ഡേറ്റകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് TD ടാഗ് ഉപയോഗിക്കാം. ഇതിനകത്ത് TR ടാഗിന് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഏകദേശം ടേബിൾ ടാഗിൻ്റെ അതേപോലെ തന്നെയാണ്. അലൈൻ ഉണ്ട്, അതായത് ആ റോയുടെ അലൈൻമെൻ്റ് ആണ്. ആ റോ എന്ന് പറയുന്നത് എവിടെ അലൈൻ ചെയ്യുന്നുള്ള അലൈൻ ഉള്ളത്. V അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അലൈൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ അലൈൻമെൻ്റ് ആണ്. V അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ അലൈൻമെൻറ്റ്, അതായത് ടോപ്പ് വേണോ, മിഡിൽ വേണോ, ബോട്ടം വേണോ, ബേസ് ലൈൻ, അതായത് അത് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് ടേബിളിനകത്തെ കണ്ടൻറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത് വെർട്ടിക്കലായിട്ട് ലെഫ്റ്റ് വേണോ, റൈറ്റ് വേണോ, സെൻറ്റർ വേണോ എന്ന് കൊടുക്കാൻ വേണ്ടി അലൈൻ ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കാം. V അലൈൻ ഹൊറിസോണ്ടലായിട്ട് വെർട്ടിക്കൽ അതിൻ്റെ എലമെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് V അലൈൻ ഉപയോഗിക്കാം. അതിൻ്റെ വാല്യൂസായിട്ട് ടോപ്പിൽ വേണോ, മിഡിൽ വേണോ, ബോട്ടം വേണോ, ബേസ് ലൈൻ വേണോ എന്നുള്ളത് കൊടുക്കാം. പിന്നെയുള്ള BG കളർ, അതായത് ഒരു റോയ്ക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കാം. THനും TDക്കുമുള്ള ആട്രിബ്യൂട്ട്സ് സെയിം ആണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അലൈന്, V അലൈന്, BG കളർ. ഇത് അലൈൻ നമ്മൾ പറഞ്ഞു ഒരു സെല്ലിൻ്റെ അലൈൻമെൻറ്റാണ്. അതായത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റ് ലെഫ്റ്റോ റൈറ്റോ സെൻറ്ററോ വേണമെന്ന് വെച്ച് കൊടുക്കാം. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ ടോപ്പ് വേണോ, ബോട്ടം വേണോ, മിഡിൽ വേണോ എന്നുള്ളത് കൊടുക്കാം. അതേപോലെ BG കളർ എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിന് മാത്രമായിട്ട് വേണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് കൊടുക്കാം. ഇനി കോൾ സ്പാൻ, ഇമ്പോർട്ടൻ്റ് 2 ആട്രിബ്യൂട്ട്സ് ആണ് കോൾ സ്പാനും റോ സ്പാനും.
കോൾ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളങ്ങൾ സ്പാൻ ചെയ്യാൻ മീൻസ് കോളങ്ങൾ മെർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൾ സ്പാൻ. റോ ആണെങ്കിൽ റോ സ്പാനും ഉപയോഗിക്കും. 2 കോളങ്ങളാണ് മെർജ് ചെയ്യണമെങ്കിൽ കോൾ സ്പാൻ ഈക്വൽ 2 എന്ന് കൊടുത്താൽ മതി. 3 കോളങ്ങൾ ചേർത്ത് മെർജ് ചെയ്യണമെങ്കിൽ കോൾ സ്പാൻ ഈക്വൽ 3 എന്ന് കൊടുക്കുക. അതുപോലെ 2 റോ മെർജ് ചെയ്യണമെങ്കിൽ റോ സ്പാൻ ഈക്വൽ 2 കൊടുക്കുക. 3 റോയാണ് മെർജ് ചെയ്യണമെങ്കിൽ റോ സ്പാൻ ഈക്വൽ 3 കൊടുത്താൽ മതി. അപ്പോൾ ഈ 2 ആട്രിബ്യൂട്ട്സ് കോൾ സ്പാൻ റോ സ്പാൻ, ഈ 2 ആട്രിബ്യൂട്ട്സ് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ആട്രിബ്യൂട്ട്സാണ് കോൾ സ്പാനും റോ സ്പാനും. പിന്നെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഇത് കൊടുക്കുമ്പോൾ അതായത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്, ഇത് ശരിക്കും പറഞ്ഞാൽ 3 റോയും 3 കോളവും ഉള്ള ഒരു ടേബിളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നോർമലി ഇത് 3 റോയാണ്. അതായത് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ഉണ്ട് ഒരു റോ, 2014-75 എന്നുള്ള മറ്റൊരു റോ, 2015-72 എന്നുള്ള മൂന്നാമത്തെ റോ. അപ്പോൾ 3 റോയുള്ള ടേബിളാണ് ഈ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് 1ാമത്തെ റോയിലെ 3 കോളങ്ങൾ മെർജ് ചെയ്തിട്ടാണ് നമ്പർ ഓഫ് രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കോൾ സ്പാനാണ് ഉപയോഗിക്കുക. കോളങ്ങളാണ് മെർജ് ചെയ്യണമെങ്കിൽ കോൾ സ്പാൻ ഉപയോഗിക്കുക. എന്നാൽ അതേസമയം ഇയർ എന്നുള്ളത് ഈ 2 റോയാണ് മെർജ് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന കേസിൽ റോ സ്പാനും ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഓർത്തോളുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള മെയിൻ ടാഗ് എന്ന് പറയുന്നത് ടേബിള്, TR, TD, TH. അത് 3ഉം പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓരോന്നിൻ്റെയും ആട്രിബ്യൂട്ട്സിലേക്ക് കിടക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ജീനി ഉപയോഗിച്ചുകൊണ്ട് ഒരു സിമ്പിൾ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം HTML ഡോക്യുമെൻ്റ് ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. അതിനുശേഷമുള്ള ടാഗ് ഏതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ടാഗ് HTML ഹെഡ്. ദെൻ അടുത്ത ടാഗ് ടൈറ്റിൽ നമുക്ക് ടേബിൾ 1 എന്ന് കൊടുക്കാം. ടൈറ്റിലായിട്ട് ടേബിൾ 1 എന്ന് കൊടുത്തു. ദെൻ ഹെഡ് ക്ലോസ് ചെയ്തു. ദെൻ അടുത്ത ടാഗ് ചെയ്തോ. നെക്സ്റ്റ് ടാഗ് ബോഡി. ബോഡി ടാഗിന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ ഏത് ആട്രിബ്യൂട്ട്? ബോഡി ടാഗിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ ഏത് ആട്രിബ്യൂട്ട് ഉപയോഗിക്കണ്ടേ പറഞ്ഞോ? BG കളർ ഈക്വൽ ടു കളർ നമുക്ക് യെല്ലോ എന്ന് കൊടുക്കാം. യെല്ലോ കളർ കൊടുത്തു. ദെൻ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. നമുക്കൊരു ഹെഡിങ് കൂടെ കൊടുക്കാം. എന്താണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ടായി H1 ആൻഡ് അലൈൻമെൻറ്റ് സെൻറ്റർ കൊടുക്കാം. H1 അലൈൻ ഈക്വൽ ടു സെൻറ്റർ. ഹെഡിങ് ആയിട്ട് നമ്മൾ GHSS പുറത്തു നിന്ന് കൊടുക്കുന്നു. GHSS പുറത്തു വരുന്നൊരു കളർ കൊടുക്കണം. എന്ത് ചെയ്യണം? GHSS പുറത്തു വരുന്ന ഫോണ്ട് കളർ കൊടുക്കാം. അപ്പോൾ GHSS പുറത്തു വരുന്ന മുമ്പായിട്ട് നമുക്ക് ഫോണ്ട് കളർ കൂടെ കൊടുക്കാം. ഫോണ്ട് കളർ ഈക്വൽ ടു നമ്മൾ റെഡ് കൊടുക്കുന്നു. കളർ ഈക്വൽ ടു റെഡ്. GHSS പുറത്തു കഴിഞ്ഞിട്ട് ഫോണ്ടും ക്ലോസ് ചെയ്യുന്നു. ഹെഡിങ് ക്ലോസ് ചെയ്തു. ദെൻ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണമെങ്കിൽ ഏത് ടാഗ്? ഹൊറിസോണ്ടൽ HR ടാഗ്. അതിൻ്റെ വിഡ്ത്ത് മുഴുവൻ വേണ്ട, കുറച്ച് മതിയെങ്കിൽ വിഡ്ത്ത് ഈക്വൽ ടു 50% കൊടുക്കും. ഓക്കെ, 50%. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര കൊടുക്കണം എന്നുള്ളത്. 50% കൊടുക്കും. ഈ HR ടാഗിന് ഒരു കളർ കൊടുക്കണമെങ്കിലോ, ലൈനൊരു കളർ കൊടുക്കണമെങ്കിൽ കളർ ഈക്വൽ ടു എങ്ങനെ കൊടുക്കാം? വേറെ കളർ കൊടുക്കാം നമുക്ക്. കളർ ഈക്വൽ ടു
മറ്റേത് റെഡാണ് കൊടുത്തത്. നമുക്ക് ബ്ലൂ കൊടുക്കാം. കളർ ഈക്വൽ ടു ബ്ലൂ കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതായത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ടേബിൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്കൂളിൽ ഓരോ ബാച്ചിലെയും കുട്ടികളുടെ എണ്ണമാണ് കൊടുക്കാൻ പോകുന്നത്. അതായത് സയൻസിൽ എത്ര കുട്ടികളുണ്ട്, അതേപോലെ കൊമേഴ്സിൽ എത്ര കുട്ടികളുണ്ട്, അതേപോലെ കൊമേഴ്സ് 13 എത്ര കുട്ടികളുണ്ട്, കൊമേഴ്സ് 39 ചെറിയൊരു ടേബിൾ. അതായത് ബാച്ച് അല്ല കോഴ്സ്, നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ 2 ഹെഡിങ്സ് വരുന്ന ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ടാഗ് പറഞ്ഞു. ഒന്നാമത്തെ ടാഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ ടാഗ് ടേബിൾ ടാഗാണ്. ടേബിൾ ബാക്കി ആട്രിബ്യൂട്ടുകളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, വെറുതെ ജസ്റ്റ് ടേബിൾ ടാഗ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊന്ന് കാണിച്ചു തരാം. ചെയ്യേണ്ട ടേബിൾ ഏതാണ്. നമ്മൾ ചെയ്യാൻ പാടിത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ 3 ബാച്ചിൻ്റെ പേര് കൊടുക്കും. സയൻസ്, അതേപോലെ 39, അതേപോലെ 38. താഴെ ഓരോ ബാച്ചിലുള്ള കുട്ടികളുടെ എണ്ണം കൊടുക്കുന്നു. ഇവിടെ 64, ഇവിടെ 65, ഇവിടെ 64. ഈ ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബാക്കി അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് എത്ര റോ ഉണ്ട്, എത്ര വരിയുണ്ട് ഇതിനകത്ത്? 2 വരി. എത്ര കോളം ഉണ്ട്? 3 കോളം. അതായത് ഈ സയൻസ് 39, 38 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ വരി. 64, 65, 64 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വരി. അപ്പോൾ ഇത് ശരിക്കും 2 വരി 3 കോളമുള്ള ഒരു ടേബിളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു വെബ് പേജിൽ ഈ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർത്തോണം, 2 റോ ഉണ്ട്, 3 കോളംസ് ഉള്ള ടേബിളാണ് ക്രിയേറ്റ് ചെയ്യണം. ഹെഡിങ് മാർക്കൽ സയൻസ് 39, 38 ഇത് 3 ഹെഡിങ് ആണ്. അതുകൊണ്ട് ഹെഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ബോൾഡായിട്ടും വലുപ്പത്തിലൊക്കെ ചെയ്യാം. താഴെ കൊടുത്തേക്കുന്ന ഡേറ്റയാണ്. അപ്പോൾ ഓർത്തോണം, ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TH ടാഗും ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TD ടാഗ് ഉപയോഗിക്കുന്നു. ഈ ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒന്നാമത്തെ റോയിൽ സയൻസ് 39, 38 വേണം. രണ്ടാമത്തെ റോയിൽ 64, 65, 64 എന്നുള്ളൊരു ഡേറ്റയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പം ടേബിളിനകത്ത് റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാഗ് TR ടാഗാണ്. ഒരു TR ടാഗ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനുള്ളിൽ /TR ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ ഒന്നാമത്തെ റോ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക. TR/TR എഴുതുന്നത് നമ്മൾ ഒന്നാമത്തെ റോ ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റോയിൽ 3 ഹെഡിങ്സ് ആണുള്ളത്. ഫസ്റ്റ് റോയിൽ 3 ഹെഡിങ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് സയൻസ് ആണ്. അത് TH ടാഗ്. ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് TH ടാഗ് വയ്ക്കാം. ഒന്നാമത്തെ ഹെഡിങ് TH സയൻസ്. രണ്ടാമത്തെ ഹെഡിങ് എന്തായിരുന്നു? 39 അല്ലേ? രണ്ടാമത്തെ ഹെഡിങ് 39. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. ചിലപ്പം സിമ്പിൾ ടേബിളായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. മൂന്നാമത്തെ ഹെഡിങ്ങായിട്ട് 38. ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ റോ തീർന്നു കഴിഞ്ഞു. അതായത് ഒന്നാമത്തെ റോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് 39, 38 ഇത് 3മാണ് ഒന്നാമത്തെ റോയിലെ 3 ഹെഡിങ്സ് ആയിട്ട് വരണ്ടേ. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഒന്നാമത്തെ റോ ക്രിയേറ്റ് ചെയ്തു TR ടാഗ് ഉപയോഗിച്ചിട്ട്. അതിനകത്ത് 3 ഹെഡിങ്സ് കൊടുത്തു.
TH ടാഗ് ഉപയോഗിച്ചു. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TR ടാഗും അതിൻ്റെ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TH ടാഗ്. ഹെഡിങ് ആയതുകൊണ്ടാണ് TH ടാഗ് ഉപയോഗിച്ചത്. TH സയൻസ്, TH39, TH38. അപ്പോൾ ഫസ്റ്റ് റോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഫസ്റ്റ് റോ നമ്മൾ ക്ലോസ് ചെയ്തു. TR ഓപ്പൺ ചെയ്തു, TR ക്ലോസ് ചെയ്തു. ഇനി അടുത്ത വീണ്ടും സെക്കൻഡ് റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീണ്ടും TR ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതിനുള്ളിൽ അതേപോലെ /TRനുള്ളിൽ നമ്മൾ ബാക്കി രണ്ടാമത്തെ റോയുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാൻ പോകുന്നു. രണ്ടാമത്തെ റോയിൽ നമുക്കറിയാം, രണ്ടാമത്തെ റോ നമ്മൾ എഴുതിയിരിക്കുന്ന ഡേറ്റയൊക്കെയാണ്. ഇത് ഹെഡിങ്സ് ആണ്, ഇത് ഡേറ്റയാണ്. ഡേറ്റകൾ 64, 65, 64 ഇത് മൂന്നുമാണ് സെക്കൻഡ് റോയിലെ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാഗ് TD ടാഗാണ്. TD. അപ്പം ഒന്നാമത്തെ ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TD ടാഗ് ഉപയോഗിച്ചു. TD64. ഓരോന്നും കഴിയുമ്പോഴത്തേക്ക് ആ ടാഗ് ക്ലോസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് വരും. ഒന്നാമത്തെ ഡേറ്റ, അതായത് ഒന്നാമത്തെ സെല്ലിനകത്ത് ആ ഡേറ്റ വരണമെങ്കിൽ അത് TD ഓപ്പൺ ചെയ്യണം. TD ക്ലോസ് ചെയ്യുന്നതിന് ഇടയ്ക്ക് ആ ഡേറ്റ എഴുതിയാൽ മാത്രമേ ഉള്ളൂ ആ സെല്ലിനകത്ത് തന്നെ വരത്തുള്ളൂ. ആ TD ക്ലോസ് ചെയ്യാൻ വിടാവില്ല, ടാഗ് ക്ലോസ് ചെയ്യാൻ വിട്ടുപോലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടേബിൾ ഡിസ്പ്ലേ ആവത്തില്ല. അത് കാണിച്ചു തരാം എന്താ സംഭവിക്കുന്നത്. അത് രണ്ടാമത്തെ ഡേറ്റയായിട്ട് നമ്മൾ 65 കൊടുത്തു. മൂന്നാമത്തെ ഡേറ്റയായിട്ട് നമ്മൾ 64 കൊടുത്തു. ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് റോയും കഴിഞ്ഞു. അതായത് ഫസ്റ്റ് റോ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനകത്തെ ഹെഡിങ്ങുകളെല്ലാം TH ടാഗിന് /THനുള്ളിൽ എഴുതി. രണ്ടാമത്തെ റോ ഓപ്പൺ ചെയ്തു. അതിനുള്ളിൽ നമ്മൾ അതിനകത്തുള്ള ഡേറ്റകളായ 64, 65, 64 അത്രയും കഴിഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടേബിളിനകത്ത് 2 റോയേ ഉള്ളൂ. ആ 2 റോയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിൾ കംപ്ലീറ്റ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ആ ടേബിളും നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ടേബിളും നമ്മൾ ക്ലോസ് ചെയ്തു. ദെൻ ബോഡി ക്ലോസ് ചെയ്യുന്നു. അതേപോലെ HTML ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഓപ്പൺ ചെയ്ത കണ്ടെയ്നർ ടാഗുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, ചെയ്ത കാര്യം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഈ ടാഗുകളെല്ലാം കോമൺ ആണ്. HTML, ഹെഡ്, ടൈറ്റിൽ, ബോഡി ഇത്രയും വരെ ടാഗുകളെല്ലാം കോമൺ ആണ്. ടൈറ്റിൽ പേര് മാറ്റി കൊടുക്കേണ്ടത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൈറ്റിൽ വെബ് പേജിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒന്നും കൊടുത്തില്ല, വരാണ്ട് കൊടുത്തിട്ടാലും മതി. ടൈറ്റിൽ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ബാക്കിയുള്ള HTML, ഹെഡ്, ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്യണം, ബോഡി ടാഗ് ഓപ്പൺ ചെയ്യണം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം എല്ലാ വെബ് പേജിനും കോമൺ ആയിരിക്കും. പിന്നെ ഹെഡിങ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരും. പിന്നെ ടേബിൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ടേബിൾ ടാഗ് ഓപ്പൺ ചെയ്തു. ടേബിളിനും /ടേബിളിനുള്ളിലാണ് ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത്തെ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TR ടാഗ് എടുത്തു, അത് ക്ലോസ് ചെയ്തു. അതിനകത്തെ ഹെഡിങ്സ് എല്ലാം ടൈപ്പ് ചെയ്തു. രണ്ടാമത്തെ റോ ഓപ്പൺ ചെയ്തു, അതിനകത്തെ ഡേറ്റ എല്ലാം ടൈപ്പ് ചെയ്തു, ആ റോ ക്ലോസ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സേവ് ചെയ്യുന്നു. നമ്മൾ ഒന്നാമത്തെ ടേബിൾ ആയതുകൊണ്ട് T1 എന്ന് പറയുന്ന പേരിൽ സേവ് ചെയ്തു. T1.html എന്ന് പറയും. ഫസ്റ്റ് ടേബിൾ സേവ് ചെയ്ത് മാറിപ്പോയി. TH ക്ലോസ് ചെയ്തല്ലേ, ഇവിടെ നമ്മളെ ക്ലോസ് ചെയ്യാത്ത ഇവിടെ അല്ലേ അല്ലേ. ടേബിൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു, TR ക്ലോസ് ചെയ്തു. സേവ് ചെയ്യുമ്പോൾ ശരിക്കും ടാഗിൻ്റെ കളർ മാറി വരേണ്ടതാണ്. HTML ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. HTML എന്താ പ്രശ്നം? എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ടാഗ് കൊടുത്തേക്കുന്ന എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയേ. HTML/HTML ഹെഡ് ടൈറ്റിൽ
ടൈറ്റിൽ ബോഡി കളർ യെല്ലോ H1 HR ടേബിൾ TR കെയർ ഓപ്പൺ ചെയ്തു കെയർ ക്ലോസ് ചെയ്തു ടേബിൾ ടാഗ് ക്ലോസ് ചെയ്തു ബോഡി ടാഗ് വെച്ച് വെച്ചിട്ടുണ്ട് ഒന്നുമില്ലല്ലോ. പേരൊന്നും മാറി കൊടുക്കാം വെജിറ്റബിൾ കഴിഞ്ഞ് കുത്തിട്ടോ. HTML ക്യാപ്സ് ലോക്ക് ഇട്ടുകൊണ്ട് കേട്ടോ എന്നുള്ളൊരു അബദ്ധം പറ്റിയത് നമുക്ക്. T1.html കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്കൊരു അബദ്ധം പറ്റിയിരുന്നു. അപ്പോൾ കറക്റ്റ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ കറക്റ്റ് ആണെങ്കിൽ ടാഗുകളെല്ലാം നീല കളർ ഡിസ്പ്ലേ ചെയ്യും. ആട്രിബ്യൂട്ടുകളും അതേപോലെ വാല്യൂസ് എല്ലാം കൊടുക്കുന്ന ഗ്രീൻ കളറിൽ ഡിസ്പ്ലേ ചെയ്യും. HTML ഹെഡ് ടൈറ്റിൽ ബോഡി H1 HR ഇതൊക്കെ ടാഗുകളാണ്. ഇതിനകത്ത് വന്നാൽ യെല്ലോ സെൻറ്റർ 50% റെഡ് ബ്ലൂ എന്നൊക്കെ ഉള്ളത് വാല്യൂസാണ്. അതെല്ലാം ഗ്രീൻ കളറിൽ ബാക്കിയുള്ള എല്ലാം റെഡ് കളറിലും ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ സേവ് ചെയ്യാൻ ശ്രദ്ധിക്കാം. .html എന്നുള്ളത് സ്മോൾ ലെറ്റർ വേണം കൊടുക്കാനായിട്ട്. ഇപ്പോൾ കാണുന്നുണ്ടോ? GHSS പുറത്തു വരുന്നുള്ള ഹെഡിങ് ബ്ലൂ കളറിൽ ലൈൻ വരച്ചു. GHSS പുറത്തു വരുന്ന നമ്മൾ ഫോണ്ട് കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടെ സയൻസ് 39, 38, 64, 65, 64 ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് വരിയും നിരയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നമുക്കിത് ടേബിളാണെന്ന് ചിലപ്പോൾ മനസ്സിലാവില്ല അല്ലേ? ശരിയല്ലേ? സയൻസ് നമുക്ക് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വരിയും നിരയൊക്കെ വരച്ച് തന്നെ എഴുതി നമുക്ക് ടേബിൾ എന്ന് പറയുന്നുണ്ട്. ഇത് ശരിക്കും ടേബിളാണ്, പക്ഷേ ഇത് ടേബിളാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ബോർഡർ എന്നുള്ള ആട്രിബ്യൂട്ടിന് വാല്യൂ കൊടുത്താൽ മാത്രമേ ഉള്ളൂ ആ ബോർഡർ ലൈൻ അവിടെ വരുള്ളൂ. ഞാനിപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചു തരാം. രണ്ടും കാണാമല്ലോ അല്ലേ? HTML ഡോക്യുമെൻറ്റും കാണുന്നുണ്ട്, വെബ് പേജും കാണുന്നുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ പോകണം. ഇതിനകത്ത് ഓരോരോ മാറ്റങ്ങൾ ഇനി വരുത്താൻ പോകണം. ഈ ടേബിളിനകത്ത് നമ്മൾ ബോർഡർ എന്ന് പറയുന്ന ടാഗ് കൊടുക്കുന്നു. BORDER ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടൊരു ബോർഡർ വരാൻ വേണ്ടിയാണ് ബോർഡർ ഈക്വൽ ടു 1 വന്നിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഫ്രഷ് ബട്ടൺ ഉണ്ട്. റിഫ്രഷ് ബട്ടൺ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒരു ബോർഡർ ലൈൻ വന്നു കഴിഞ്ഞു. വന്നോ? അപ്പം ബോർഡർ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ അവിടെ ഒരു ബോർഡർ ലൈൻ വന്നു കഴിഞ്ഞു. നമുക്ക് 1ൻ്റെ വാല്യൂ ഒന്ന് മാറ്റി കൊടുക്കാം. 1ൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്നത് 1ന് പകരം 2 കൊടുക്കുന്നു. ഇവിടെ സേവ് ചെയ്യുന്നു. ഇതിനകത്ത് വ്യത്യാസം നോക്കാം. ഇപ്പം നോക്കിയേ, ആ ബോർഡർ ലൈൻ കുറച്ചുകൂടെ തിക്കായി ആയോ? ക്ലിയർ? നിങ്ങൾക്കത് ശരിക്കും ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ബോർഡറിൻ്റെ വാല്യൂ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. നമ്മൾ ബോർഡർ ഈക്വൽ ടു 3 എന്ന് കൊടുക്കുന്നു. ബോർഡർ ഈക്വൽ ടു 3 ഇവിടെ സേവ് ചെയ്തു, റിഫ്രഷ് ചെയ്തു. ഇപ്പം നോക്കിയേ, ബോർഡർ ലൈൻ കുറച്ചുകൂടെ തിക്കായില്ലേ? തിക്കായി വരുന്ന നിങ്ങൾ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ബോർഡർ ഈക്വൽ ടു നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ ടേബിൾ ബോർഡർ ഈക്വൽ ടു നമ്മൾ 4 കൊടുത്തു കഴിഞ്ഞാൽ ബോർഡർ ഈക്വൽ ടു 4 സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. അപ്പോൾ ബോർഡർ നമുക്ക് കുറച്ച് ക്ലിയർ ആയി വന്നു അല്ലേ? എന്നോ? അപ്പോൾ ബോർഡർ ആട്രിബ്യൂട്ട് ടേബിളിനുള്ളിൽ ബോർഡർ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത് ടേബിളിനൊരു ബോർഡർ വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ? ഓക്കെ. നമുക്ക് ബോർഡർ 4 മാറ്റിയിട്ട് 2 തന്നെ കൊടുക്കാം. ബോർഡർ ഈക്വൽ 2 എന്ന് കൊടുക്കാം. നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ടുള്ള ബോർഡർ ആയിരിക്കും. ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോണേ, ഈ ബോർഡറിനൊരു നിറം കൊടുക്കണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ആട്രിബ്യൂട്ടാണ് ബോർഡർ കളർ. ബോർഡർ കളർ കൂട്ടിയാണ്. ബോർഡർ കളർ ഈക്വൽ ടു ഇതിനകത്ത് ഏത് കളർ കൊടുത്താൽ കിട്ടും? റെഡ് തന്നെ കൊടുക്കാം. റെഡ് ബോർഡർ കളർ ഈക്വൽ ടു റെഡ് എന്ന്.
അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ബോർഡർ കളർ ഈക്വൽ ടു റെഡ്, ഇത് സേവ് ചെയ്യുന്നു, റിഫ്രഷ് ചെയ്യുന്നു. ഇപ്പം നോക്കിയേ ബോർഡറിൻ്റെ കളർ എന്തായി, റെഡ് കളറായി. അപ്പോൾ ബോർഡറിന് ഒരു കളർ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബോർഡർ കളർ ഈക്വൽ ടു റെഡ് എന്ന് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനകത്ത് വീണ്ടും കൊടുക്കാം. ഇതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട്, ടേബിളിന് മാത്രം ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെങ്കിൽ BG കളർ കൊടുത്താൽ മതി. BG കളർ ഈക്വൽ ടു, ഇനി എന്ത് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് എന്ന് കൊടുക്കണം. ടേബിളിന് മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വൈറ്റ് കൊടുത്തു. ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു BG കളർ ഈക്വൽ ടു വൈറ്റ്. റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കിയേ, ആ ടേബിളിനകത്ത് BG കളർ കൊടുത്തപ്പോഴത്തേന് ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ മാറി, കണ്ടോ, കാണുന്നുണ്ടോ? ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി, വൈറ്റായി. ഓക്കെ ആണോ? ഇതിനകത്ത് പിക്ചർ കൊടുത്താൽ കുറച്ച് കൂടുതൽ കിട്ടാം. ഈ ടേബിളിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ പിക്ചർ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ടേബിൾ ബാക്ക്ഗ്രൗണ്ട് ഈക്വൽ ടു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യാം. വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. പക്ഷേ ഡെസ്ക്ടോപ്പിൽ പിക്ചർ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, അത് എടുത്തിട്ട് കാണിച്ചു തരാം. ഇനി നമുക്കിതിനകത്ത് പഠിക്കാനുള്ളത് നോക്കാം ഏതൊക്കെയുള്ളത്. അപ്പോൾ ടേബിളിനകത്ത് നമ്മൾ പഠിച്ച കാര്യം ഓർത്തോളുക. ബോർഡർ എന്ന് പറഞ്ഞാൽ ടേബിളിൽ ഒരു ബോർഡർ വരയ്ക്കാൻ വേണ്ടി ബോർഡർ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. അതിന് വാല്യൂ 1 2 3 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിൽ ടേബിളിൻ്റെ ബോർഡർ ഉണ്ടാവില്ല. ബോർഡർ കളർ എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ബോർഡറിന് നിറം കൊടുക്കണമെങ്കിൽ ബോർഡർ കളർ കൊടുക്കാം. BG കളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ സെറ്റ് ചെയ്യാം. ഇനി അലൈൻ ഉണ്ട്. അലൈൻ ഞാൻ പറഞ്ഞു, ടേബിളിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അലൈൻ ആട്രിബ്യൂട്ട്. ടേബിളിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അലൈൻ ആട്രിബ്യൂട്ട് ഉപയോഗിക്കാം. അതായത് ടേബിളിനകത്ത് നമുക്ക് അലൈന് വാല്യൂ കൊടുക്കാം. ALIGN. അലൈൻ ഈക്വൽ ടു നമ്മൾ സെൻറ്റർ എന്ന് പറയും, അല്ല റൈറ്റ് എന്ന് പറയും. അലൈൻ ഈക്വൽ ടു റൈറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞാൽ ടേബിളിൻ്റെ പൊസിഷൻ ആ വെബ് പേജിൻ്റെ എങ്ങോട്ട് പോകുമെന്ന് നിങ്ങൾ നോക്കണം. ഇപ്പം നോക്കിയേ, ടേബിളിൻ്റെ പൊസിഷൻ കണ്ട ഏത് സൈഡിലേക്ക് മാറി, റൈറ്റ് സൈഡിലേക്ക് മാറ്റി. അപ്പം ടേബിളിൻ്റെ പൊസിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആട്രിബ്യൂട്ടാണ് എന്ത്, അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടേബിളിൻ്റെ പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് പിന്നെ കാണിച്ചു തരാം. സെൽ സ്പേസിംഗ് ഉണ്ട്, സെൽ പാഡിംഗ് ഉണ്ട്. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും കൂടെ നോക്കാം. ടേബിളിനകത്ത് സെൽ സ്പേസിംഗ് ഈക്വൽ ടു 10 കൊടുക്കുന്നു. എന്താ സംഭവിക്കാൻ നോക്കുന്നു, സെൽ സ്പേസിംഗ് 10 എന്നുള്ളതാണ് കൊടുക്കുന്നു. ചെയ്യുന്നു. ഇപ്പം കണ്ടോ, നേരത്തെ കണ്ട പോലെയാണോ ആ സെല്ല് ടേബിളിൻ്റെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് നോക്കി, ആണോ? വ്യത്യാസം വല്ലതും ഫീൽ ചെയ്യുന്നുണ്ടോ? നേരത്തെ കണ്ട സെൽ സ്പേസിംഗ് ഈക്വൽ ടു 10 കൊടുത്തപ്പോഴും കൊടുക്കാഞ്ഞപ്പോഴും ആ ടേബിളിൻ്റെ ഇത് സെൽ സ്പേസിംഗ് ഈക്വൽ ടു 10. അതായത് ഈ സെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ്, മനസ്സിലായോ? ഈ സെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽ സ്പേസിംഗ് ഉപയോഗിക്കുക. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ 2 സെല്ലുകൾ ചേർന്നായിരിക്കാം ചെയ്ത് കൊടുക്കാതെ കാണിച്ചു തരാം. സെൽ സ്പേസിങ് നമ്മൾ കൊടുക്കാതിരിക്കുന്നു. നമ്മൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി കാണിച്ചു തരാം. സെൽ സ്പേസിങ് ഈക്വൽ ടു നമ്മൾ 20 എന്ന് കൊടുക്കുന്നു. സെൽ സ്പേസിങ് ഈക്വൽ ടു 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ സ്പേസ് ഇതിൽ എക്സിക്യൂട്ട്. ഇപ്പം നോക്കിയേ, ആ ഗ്യാപ്പ് കുറച്ചുകൂടെ കൂടി അല്ലേ, കൂടിയോ? അപ്പോൾ ഈ 2 സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സെൽ സ്പേസിങ് ഉപയോഗിക്കുക. അതില്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് സെൽ സ്പേസിങ് എന്ന് പറയുന്ന ഇതൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ
സെൽ സ്പേസിങ് കളയുന്നു. അപ്പം നമ്മൾ വീണ്ടും ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് ടേബിൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. സേവ് ചെയ്തു, എക്സിക്യൂട്ട് ചെയ്തു. ഇപ്പം നോക്കിയേ, 2 സെല്ലുകൾക്കിടയിൽ ഗ്യാപ്പൊന്നുമില്ല, ചേർന്ന് തന്നെയാണ് കിടക്കുന്നത്. ലെഫ്റ്റ് എലിമെൻറ്റിൻ്റെ സെൻട്രൽ എലിമെൻ്റ് ആക്കാം. അലൈൻ ഈക്വൽ ടു റൈറ്റ് മാറ്റിയിട്ട് സെൻറ്റർ ആക്കും. അപ്പോൾ കാണാൻ സൗകര്യം ഉണ്ടല്ലോ. സെൻറ്റർ ആക്കുന്നു, സേവ് ചെയ്യുന്നു, ബിൽഡിൽ എക്സിക്യൂട്ട് കൊടുക്കുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിനകത്ത് അതായത് 2 സെല്ലുകൾക്കിടയിൽ ഇവിടെ ഗ്യാപ്പൊന്നുമില്ല, 2 സെല്ലുകൾ ചേർന്നാണ് ഇരിക്കുന്നത്. ഇത് ഒഴിവാക്കിക്കൊണ്ട് ആ സെല്ലുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വേണമെങ്കിൽ, സ്പേസ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടതാണ് സെൽ സ്പേസിങ്. സെൽ സ്പേസിങ് ഈക്വൽ ടു ഡബിൾ കൊട്ടേഷൻ 20 പിക്സലായിരിക്കും ആ സെല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. കണ്ട 2 CO സെൽ സ്പേസിങ്. കണ്ടാൽ മനസ്സിലാവും. സെല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സെൽ സ്പേസിങ് എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കാം. ഇനി ഇതിനകത്തുള്ളൊരു സംഭവമാണ് സെൽ പാഡിങ് എന്ന് പറയുന്നത്. സെൽ പാഡിങ് എന്താ നിങ്ങൾ നോക്കുക, ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സെൽ പാഡിങ് ഈക്വൽ ടു നമ്മൾ ഡബിൾ കൊട്ടേഷനിലെ 10 കൊടുക്കുന്നു. എന്താണെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കും. സെൽ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെല്ലിൻ്റെ ബോർഡറിൽ നിന്നും കണ്ടൻറ്റിലേക്കുള്ള ഈ സ്പേസിന് പറഞ്ഞ പേരാണ് സെൽ പാഡിങ്. ഈ 2 സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി സെൽ സ്പേസിങ്ങും ഈ സെല്ലിൻ്റെ ബോർഡറും കണ്ടൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൽ പാഡിങ്ങും ഉപയോഗിക്കാം. ഒന്ന് മാറ്റി കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. സെൽ പാഡിങ് ഈക്വൽ ടു നമ്മൾ 30 കൊടുത്തു 30. ഇപ്പോൾ കണ്ട ക്ലിയർ ആയോ സംഭവം എന്താണെന്ന്? സെൽ പാഡിങ് എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ ലൈനിൽ നിന്നും കണ്ടൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസാണ് സെൽ പാഡിങ്. ഈ 2 സെല്ലുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്? സെൽ സ്പേസിങ്ങും ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? ഞാൻ തൽക്കാലം സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും കളയുന്നു കേട്ടോ. ഞാൻ ജസ്റ്റ് ആ ആട്രിബ്യൂട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ജസ്റ്റ് അത് രണ്ടും കളയുന്നു. ദെൻ വീണ്ടും നമ്മൾ സേവ് ചെയ്തു, ബിൽഡിൽ എക്സിക്യൂട്ട് ചെയ്തു. അപ്പം നോർമലായിട്ട് ചെറിയ ടേബിളാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യം മറക്കല്ല, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ടേബിൾ ടാഗ്, TR ടാഗ്, TH ടാഗ്, TD ടാഗ് ഉപയോഗിക്കുന്നുണ്ട്. ടേബിൾ ടാഗിനുള്ളിൽ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി TR ടാഗ്, ആ റോയ്ക്കുള്ളിൽ ഹെഡിങ് ആണെങ്കിൽ TH ടാഗ് ഉപയോഗിച്ച് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാം, ഡേറ്റ ആണെങ്കിൽ TD ടാഗ് ഉപയോഗിച്ചും ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ആ റോയ്ക്ക് കുറച്ച് ആട്രിബ്യൂട്ട്സ് പഠിച്ചായിരുന്നു. റോയ്ക്കുള്ള ആട്രിബ്യൂട്ട്സ് നോക്കാം. TR, ഈ TR ടാഗിനുള്ളിൽ നമ്മൾ TR അലൈൻ ഈക്വൽ ടു നമ്മൾ റൈറ്റ് എന്ന് കൊടുക്കുന്നു. ഫസ്റ്റ് TRന് മാത്രമേ കൊടുക്കുന്നു. TR അലൈൻ ഈക്വൽ ടു റൈറ്റ് കൊടുത്തു. നോക്കാം എന്താ സംഭവിക്കുന്നത്. ഫസ്റ്റ് റോയ്ക്ക് മാത്രം ആ റോയുടെ അലൈൻമെൻറ്റ് റൈറ്റ് ആക്കി. എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ സെൻറ്ററിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം ചെറിയ ടേബിൾ ആയതുകൊണ്ട് അത് ക്ലിയർ ആവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡ് ചേർന്നാണ് അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത്. ഇത് കൊടുത്ത് സെക്കൻഡ് റോ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചിലപ്പോൾ ക്ലിയർ ആവും, കാരണം ഈ 64ൻ്റെ പ്ലേസ് മാറുമെന്ന് നോക്കിയാൽ മതിയല്ല. നമുക്ക് നോക്കാം. സെക്കൻഡ് റോയുടെ അലൈൻമെൻറ്റ് നമ്മളൊന്ന് മാറ്റുന്നു. സെക്കൻഡ് റോയുടെ അലൈൻമെൻറ്റ് റൈറ്റ് ആക്കുന്നു. ഇപ്പോൾ കണ്ടോ 64ൻ്റെ പ്ലേസ് എവിടെയാണെന്ന് കണ്ടോ? 64 ആ സെല്ലിൻ്റെ റൈറ്റ് സൈഡിലേക്ക് മാറി അല്ലേ? മാറിയോ?
അപ്പം ഓരോ റോയുടെയും അതായത് ഇത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ക്ലിയർ, മറ്റേ ചെറിയ ചെറിയ സെല്ലായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാണ്ട് വന്നത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത്തെ റോയിലെ എലമെൻസിൻ്റെ എല്ലാം അലൈൻമെൻറ്റ് റൈറ്റ് സൈഡിലേക്ക് മാറി. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, BG കളർ കൊടുക്കാം. ഏതെങ്കിലും ഒരു റോയുടെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് റൈറ്റ് കൊടുക്കുന്നില്ല, അത് ഡിസ്പ്ലേ BG കളർ ഒരു റോയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് ആവും. BG കളർ ഈക്വൽ ടു ഡബിൾ കൊട്ടേഷനിൽ എന്ത് കളർ കൊടുക്കണം, ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ. അപ്പം ഫസ്റ്റ് റോയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ മാറ്റി നോക്കാം എന്താ സംഭവിക്കുന്നത്. അപ്പം കണ്ടോ, ഫസ്റ്റ് റോയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി, ഗ്രീനായി. ഓക്കെ ആണോ? അപ്പം TRനുള്ളിൽ നമ്മൾ BG കളർ കൊടുത്തു കഴിഞ്ഞാൽ ആ റോയുടെ ബാക്ക്ഗ്രൗണ്ട് മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ. അപ്പം TR ടാഗിന് കൊടുക്കാവുന്ന ആട്രിബ്യൂട്ടാണ് അലൈൻ കൊടുക്കാം, V അലൈൻ കൊടുക്കാം. V അലൈൻ മീൻസ് വെർട്ടിക്കൽ. അതും കൊടുത്ത് ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് കുഞ്ഞു കുഞ്ഞു സെല്ലായതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V അലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോപ്പിലോ മിഡിലോ ബോട്ടത്തിലോ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യും. ഇത് കുറച്ച് വലുതാണ്, നമുക്ക് ക്ലിയർ ആകും. ആ സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അല്ലെങ്കിൽ ഇത് ക്ലിയർ ആവാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. വേണമെങ്കിൽ കൊടുത്തു നോക്കാം. സെൽ സ്പേസിങ്ങും സെൽ പാഡിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആവും. സെൽ സ്പേസിങ് ഈക്വൽ ടു 20, അതുപോലെ സെൽ പാഡിങ് കൊട്ടേഷനിൽ 30 വരും. ഞാൻ ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ലിയർ ആവും. ഇത് എന്താണ്, ബാക്ക്ഗ്രൗണ്ട് കളർ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒന്നാമത്തെ റോയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ഗ്രീൻ ആക്കിയിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ ഒരു സെല്ലിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു സെല്ലിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ ചെയ്യുന്നത് THനോ TDക്കുള്ളിലോ കൊടുക്കാം. ഇപ്പോൾ സയൻസ് എന്നുള്ളതിൻ്റെ മാത്രം നമ്മൾ എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റാൻ ഉദ്ദേശിക്കുന്ന നോക്കിയാൽ BG കളർ ഈക്വൽ ടു നമ്മൾ അതിൻ്റെ ബേബിളിൻ്റെ കൊടുത്തപ്പം പറ്റുന്ന കളർ ബ്ലൂ കൊടുക്കാം. സയൻസ് എന്നുള്ളതിൻ്റെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ. അപ്പോൾ സയൻസിന് മുമ്പായിട്ട് ആ ഹെഡിങ് എഴുതിയ സ്ഥലത്ത് നമ്മൾ BG കളർ ഈക്വൽ ടു ബ്ലൂ എന്നുള്ളത് സെറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി, സയൻസിൻ്റെ മാത്രം ഒരു സെല്ലിൻ്റെ മാത്രം എന്തായി ബാക്ക്ഗ്രൗണ്ട് കളറ് ഇതായി. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ആ സയൻസ് മാറ്റിയിട്ട് താഴെ ഏതിൻ്റെ കൊടുക്കാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് അത് കിടന്നോട്ടെ. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് റോയിലെ ഒരു ഡേറ്റ മാത്രം 65 എന്നുള്ള ഡേറ്റയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ കംപ്ലീറ്റ് BG കളർ ഈക്വൽ ടു കൊട്ടേഷനുള്ളിൽ ബ്ലൂ. 65 മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 65 എന്നുള്ളത് മാത്രമേ മാറാൻ പാടുള്ളൂ. ഏത് ഡേറ്റയുടെ സെറ്റ് ഉണ്ടോ 65 മാത്രം ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മളിവിടെ കൊടുത്തേക്കുന്ന ടേബിളിന് BG കളർ കൊടുത്തിട്ടുണ്ട്, TRന് BG കളർ കൊടുത്തിട്ടുണ്ട്, TDക്കും BG കളറുണ്ട്. BG കളർ ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്ന 3 സ്ഥലങ്ങളാണ് ടേബിള്, TR, TD, TH, അതുപോലെ ബോഡി. ഇത് ബോഡിക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോൾ മൊത്തം വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മഞ്ഞ. ടേബിളിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ BG കളറിൽ വൈറ്റ് കൊടുത്തപ്പോൾ ടേബിളിൻ്റെ മൊത്തം ബാക്ക്ഗ്രൗണ്ട് കളർ വൈറ്റായി. TRന് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പോഴത്തേനും TR ഒരു റോയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീനായി. അതേപോലെ TDക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തപ്പം ആ ഒരു ഡേറ്റയുടെ മാത്രം ബാക്ക്ഗ്രൗണ്ട് കളർ എന്തായി, ബ്ലൂ ആയി. ഓക്കെ അല്ലേ? അപ്പം ഇതേ രീതിയിലാണ് ഒരു സിമ്പിളായിട്ടൊരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് ടേബിൾ ടാഗ് ഉപയോഗിക്കാം, TR ടാഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റോസ് ക്രിയേറ്റ് ചെയ്യാം, TD, TH എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ബാക്കിയുള്ള ആട്രിബ്യൂട്ടുകളെല്ലാം ഞാൻ കളയുന്നു. ജസ്റ്റ്
ഇത് മാത്രം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് ബോർഡർ കൊടുക്കണം. ബോർഡർ ഇല്ലെങ്കിൽ ബോർഡർ ലൈൻ വരത്തില്ല. ടേബിൾ ബോർഡർ ഈക്വൽ ടു 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡർ ലൈനിന് ചെറിയ ഫസ്റ്റ് 1 കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ സൈസാണ്. അതിനേക്കാളും കുറച്ചുകൂടെ തിക്നെസ് ഉണ്ടാവും. TRൻ്റെ ബേജ് കളർ നമ്മൾ കളഞ്ഞു. അതേപോലെ TDയുടെയും ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കളഞ്ഞു. സേവ് ചെയ്യണം. ജസ്റ്റ് 65 എന്നെല്ലാം കയറ്റി. ഇതുണ്ടോ, TD ക്ലോസ് ചെയ്തതിന് ശേഷമാണ് 65 ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് 65 ടേബിളിൽ പുറത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ള കാരണം. 65 കറക്റ്റായിട്ട്. ഇനി ഞാൻ പറഞ്ഞായിരുന്നു, ഏതെങ്കിലും ഒരു റോ ഓപ്പൺ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അബദ്ധവശാത്ത് ഈ റോ ക്ലോസ് ചെയ്യാൻ വിട്ടുപോയി എന്ന് വിചാരിക്കുക. ഈ റോ ക്ലോസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, വെറുതെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, അതായത് ഇത് ഇവിടെ റോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിനിടയ്ക്ക് ക്ലോസ് ചെയ്തിട്ട് അടുത്ത റോ ഓപ്പൺ ചെയ്ത് ചെയ്യാൻ മറന്നുപോയി എന്ന് വിചാരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേബിൾ ആയിരിക്കില്ല കിട്ടണം. കണ്ടോ, ആ ടേബിളിൻ്റെ തന്നെ ഷേപ്പേ മാറിപ്പോയി. കണ്ടോ, കാണുന്നുണ്ടോ? അതായത് ഈ സയൻസ് 39, 38 കഴിഞ്ഞ് ഒരു റോ എവിടെ തീരേണ്ടതായിരുന്നു. പക്ഷെ ആ റോ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് രണ്ടാമത്തെ റോയിൽ കൊടുത്ത കാര്യങ്ങൾ എന്താ, അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ റോയിലായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടാഗുകൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആ ടേബിൾ കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. അത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാൻ തന്നെ നിർബന്ധമൊന്നുമില്ല, സ്മോൾ ലെറ്റർ കൊടുത്താലും വർക്ക് ചെയ്യും. നമ്മളൊരു ടാഗ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് കൊടുക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ ടാഗ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നതാണ്. അത് സ്മോൾ ലെറ്റർ ആണെങ്കിലും ഒരു ലെറ്റർ ക്യാപിറ്റൽ വരുമ്പോൾ അങ്ങനെയൊക്കെ കൊടുത്താലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 2 റോ 3 കോളം ഉള്ള ഒരു ടേബിളാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നമ്മുടെ ടേബിളിനകത്ത് നമ്മുടെ ടേബിൾ ചെറിയൊരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുകയാണ്. ഇതിനകത്ത് ഇവിടെ ഒരു ഹെഡിങ്ങും കൂടിയുണ്ട്. ഇത് മർജ് ചെയ്തിട്ട് ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഒരു ഹെഡിങ് കൂടെ ടൈപ്പ് ചെയ്യണം. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഹെഡിങ്. അതായത് ടേബിളിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാണ്. ഫസ്റ്റ് റോ ഇത് ശരിക്കും അപ്പോൾ എത്ര റോ ആണെന്ന് ചോദിക്കുക. ഇതൊരു റോയാണ്, ഇത് രണ്ടാമത്തെ റോയാണ്, ഇതാണ് മൂന്നാമത്തെ റോ എന്ന് പറയുന്നത്. അപ്പം 3 റോ, അതേപോലെ 3 കോളംസ്. ഇത് ഒന്നാമത്തെ കോളം, ഇത് രണ്ടാമത്തെ കോളം, ഇത് മൂന്നാമത്തെ കോളം. 3 റോയും 3 കോളംസും ഉള്ള ടേബിളാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഈ വരച്ചതിനകത്ത് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റോയിലെ സെല്ലുകളെല്ലാം കൂടെ മെർജ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന എഴുതുന്നത്. ഇവിടെ മെർജ് ചെയ്തെന്ന് ഓർക്കുക, ഈ കോളവും കൂടിയാണ് മെർജ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ മെർജ് ചെയ്യുകയാണെങ്കിൽ, അതേസമയം ഇങ്ങനെയാണ് മെർജ് ചെയ്യുന്നതെങ്കിൽ റോകളായിരിക്കും മെർജ് ചെയ്യുക. അതേസമയം ഇങ്ങനെ മെർജ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഇതേപോലെയാണെങ്കിൽ ഇതിനകത്ത് ഈ സെക്കൻഡ് റോയിൽ 3 കോളം ഉണ്ട്. അതേപോലെ ഫസ്റ്റ് റോയിലും 3 കോളം ഉണ്ടായിരുന്നു. 3 കോളം ഒന്നിച്ച് സ്പാൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 3 കോളങ്ങൾ സ്പാൻ ചെയ്യുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. പ്രത്യേക വേർഡ് മറന്നു പോകുന്നത്. 3 കോളങ്ങൾ മെർജ് ചെയ്യുക അല്ലെങ്കിൽ 3 കോളങ്ങൾ സ്പാൻ ചെയ്യാവുകൊണ്ട് കോൾ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിച്ച് നമുക്ക് കോളങ്ങൾ സ്പാൻ ചെയ്യാം.
അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് റോയിൽ വരേണ്ട കാര്യം, ഫസ്റ്റ് റോ നമ്മൾ ഓപ്പൺ ചെയ്തു. അതിനകത്ത് നമ്മൾ എഴുതേണ്ട ഹെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോയിൽ എഴുതേണ്ട ഹെഡിങ്. അപ്പോൾ TR ഓപ്പൺ ചെയ്ത് TR ക്ലോസ് ചെയ്ത് അതിനകത്ത് എഴുതേണ്ട ഹെഡിങ് ആണ് നമ്മൾ എഴുതേണ്ടത്. വെറുതെ ഹെഡിങ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഹെഡിങ് എഴുതുന്നു, എന്നിട്ട് നമ്മൾ ഹെഡിങ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. ഇത് നമ്മൾ സേവ് ചെയ്യുന്നു, ഫീൽഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ വന്നേക്കും നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് കണ്ടോ, ഇവിടെ ഒന്നിച്ച് 3 ഇതും കൂടെ സ്പാൻ ചെയ്തല്ല വന്നിരിക്കുന്നത്. ഒന്നാമത്തെ കോളത്തിൻ്റെ മുകളിലായിട്ട് ഒന്നാമത്തെ റോയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഹെഡിങ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ചെയ്യുക. ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളത്തിലാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നുള്ള ഹെഡിങ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്കിതിങ്ങനെ അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇത് എന്ത് ചെയ്യണം, ഇത് ഒന്നിച്ച് ഇത് സ്പാൻ ചെയ്തിട്ട് വേണം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഹെഡിങ് അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ TH ഒന്നാമത്തെ ഹെഡിങ് കൊടുക്കുമ്പം, ഹെഡിങ്ങാന്ന് പറയാൻ വേണ്ടി നമ്മൾ TH ടാഗ് ഉപയോഗിച്ചു. ഇതിനകത്ത് കോളങ്ങൾ സ്പാൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കോൾ സ്പാൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ഉപയോഗിക്കുന്നു. കോൾ സ്പാൻ ഈക്വൽ ടു എത്ര കോളങ്ങൾ സ്പാൻ ചെയ്യണം. നമുക്കറിയാം 3 കോളങ്ങളാണ് സ്പാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോൾ സ്പാൻ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്ക് ഇനി നമുക്ക് നോക്കാം എന്താ സംഭവിക്കാറ്. ഇപ്പം നോക്കിയേ, ആ 3 കോളങ്ങളുടെയും ഹെഡിങ്സ് ആയിട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. വന്നോ? ക്ലിയർ ആണോ? 3 കോളങ്ങളുടെയും ഹെഡിങ് ആയിട്ടാണ് നമ്പർ ഫസ്റ്റ് റോ എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് 3 റോയുടെയും കൂടെ ഹെഡിങ് ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ടേബിളിനകത്ത് റോസ് ക്രിയേറ്റ് ചെയ്യുക. റോയ്ക്കകത്ത് നമ്മൾ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാം. ആ ഹെഡിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ കോളങ്ങൾ സ്പാൻ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ റോകൾ സ്പാൻ ചെയ്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഈ ടേബിൾ വേണം. അപ്പോൾ ഇതിവിടെ സേവ് ചെയ്ത് കിടന്നോട്ടെ. ഞാൻ വേറൊരു ടേബിൾ ഓപ്പൺ ചെയ്യുന്നു. ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ അത് വേറെ അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഒന്നുമില്ല. ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇന്നും നിർത്താം. ഇന്നത് പറഞ്ഞാൽ മതി. ഈ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കണ്ടതിന് കാണിച്ചു. ഇനി ഇത് നോക്കിയിട്ട് ചെറുതാക്കി ഇനി പറഞ്ഞു. പറഞ്ഞു ഒന്നാമത്തെ ടാഗ് പറഞ്ഞു തുടങ്ങിക്കോ. ഫസ്റ്റ് ടാഗ് ഏതാ? HTML ഫസ്റ്റ് ടാഗ്. രണ്ടാമത്തെ ടാഗ് ഹെഡ്. അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക, അതായിരിക്കും നല്ലത്. മൂന്നാമത്തെ ടാഗ് ടൈറ്റിലായിട്ട് നമ്മൾ ടേബിൾ 2 എന്ന് കൊടുക്കാം. രണ്ടാമത്തെ ടേബിൾ കൊടുക്കുന്നു. ടൈറ്റിൽ ക്ലോസ് ചെയ്യുന്നു. ഈ ടൈറ്റിൽ ക്ലോസിംഗ് ടാഗ് എഴുതുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സ്ലാഷ് ഫോർവേഡ് സ്ലാഷാണ്. ഈ സ്ലാഷ് തിരിച്ചിട്ട് അത് വർക്ക് ചെയ്യില്ല. ഈ സ്ലാഷ് ഇടുന്ന തിരിച്ചുള്ള ബാക്ക് സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല എന്നുള്ള കാര്യം ഓർക്കണം. ഹെഡ് ക്ലോസ് ചെയ്തു. അടുത്ത ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. വേറെ അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യുന്നില്ല, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുന്നില്ല, ഒന്നുമില്ല. ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇനി ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് ടാഗ് ഏതാ? ടേബിൾ. ബോർഡർ കൊടുക്കണോ? ബോർഡർ ലൈൻ വരണം. അപ്പോൾ ബോർഡർ കൊടുക്കണ്ടേ? ബോർഡർ ഈക്വൽ ടു 1 എന്ന് കൊടുത്തു. ബോർഡർ ഈക്വൽ ടു 1. ഡൺ. അടുത്ത ഒന്നാമത്തെ റോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്യാം. ഫസ്റ്റ് റോ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് റോ
ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഹെഡിങ്സ് പറ. ഹെഡിങ് TH ഇയർ TH. അടുത്ത ഹെഡിങ് TH 2012 2013. ആ ഹെഡിങ് ക്ലോസ് ചെയ്തു. 11 11 നമ്പർ 1. ആ TH ആ ഹെഡിങ് ക്ലോസ് ചെയ്തു. അടുത്തത് അപ്പോൾ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഫസ്റ്റ് റോ കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം? ഒന്നാമത്തെ റോ തീർക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒരു റോ ക്രിയേറ്റ് ചെയ്യുന്ന TRനും /TR ക്ലോസ് ചെയ്യണം. അപ്പോൾ TR ക്ലോസ് ചെയ്തു. ഇനി അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യണം. എന്താണ് ചെയ്യേണ്ടത്? അടുത്ത റോ, ഓരോ റോയും ക്രിയേറ്റ് ചെയ്യുന്ന TR ടാഗ് ഉപയോഗിച്ചിട്ടാണ്. അടുത്ത റോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ടാഗ് ഓപ്പൺ ചെയ്യണം? TR ഓപ്പൺ ചെയ്യുക. ദെൻ അതിനകത്ത് ഡേറ്റകൾ പറഞ്ഞു. ഏതൊക്കെയാണ് ഡേറ്റകൾ? അല്ല, TR ഓപ്പൺ ചെയ്തു. ഇനി ഡേറ്റയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ റോ TD. രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് ഡേറ്റ് സ്മോക്കേഴ്സ്. അടുത്ത TD 412. അതാണ് രണ്ടാമത്തെ ഡേറ്റ എന്ന് പറയുന്നത്. അതും ക്ലോസ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് റോ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? TR ക്ലോസ് ചെയ്യുക. ദെൻ വീണ്ടും അടുത്ത മൂന്നാമത്തെ റോ ഓപ്പൺ ചെയ്യണം. എന്ത് ചെയ്യണം? TR ഓപ്പൺ ചെയ്തു. അതിനകത്ത് ഡേറ്റകൾ TR ഓപ്പൺ ചെയ്തു. എന്താ ഡേറ്റ പറഞ്ഞേ? TD അല്ലേ? പാൻ യൂസേഴ്സ് TD ക്ലോസ് ചെയ്തു. ദെൻ വീണ്ടും അടുത്ത ഡേറ്റ 159 അല്ലേ? 159 TD ക്ലോസ് ചെയ്തു. വീണ്ടും തേർഡ് റോ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? TR ക്ലോസ് ചെയ്യണം. വേണ്ടേ? ഓരോ റോയും TRനും /TRനും ഉള്ളിൽ വേണം എഴുതാൻ എന്നുള്ള കാര്യം മറക്കണ്ട. വീണ്ടും അടുത്ത TR ഓപ്പൺ ചെയ്തു. അടുത്ത TD ഇട്ടു. TD ഏതാണ്? ആൽക്കഹോൾ അല്ലേ? ആൽക്കഹോൾ യൂസേഴ്സ്. ആ TD ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത TD നമ്പർ 219. ആ TD ക്ലോസ് ചെയ്തു. അപ്പോൾ ആ റോയും കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആ TRും ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്ത TR ഓപ്പൺ ചെയ്തു. അതിനകത്ത് അതർ കേസസ് നമ്മൾ TD അതർ കേസസ് TD ക്ലോസ് ചെയ്തു. വീണ്ടും TD 280. ആ TDയും ക്ലോസ് ചെയ്തു. മൊത്തം കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ആ TR ക്ലോസ് ചെയ്യണം. ദെൻ ടേബിൾ ക്ലോസ് ചെയ്യണം. ദെൻ ബോഡി ക്ലോസ് ചെയ്യണം. ദെൻ HTML ക്ലോസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. നമ്മളിതിനകത്ത് അഡീഷണലായിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഹെഡിങ് ഇല്ല. ഇത് ഇയർ 2012 ഹെഡിങ് ആയിട്ട് കൊടുത്തു. ബാക്കിയുള്ള വെറുതെ ഡേറ്റ ആയിട്ട് കൊടുത്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കോൾ സ്പാനില്ല, റോ സ്പാനില്ല, അഡീഷണൽ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളുമില്ല. ഇതൊന്ന് സേവ് ചെയ്യണം. T2 കൊടുക്കും. T2.html സേവ് ചെയ്യുമ്പോൾ HTML ചെറിയ ഷാവാൻ ശ്രദ്ധിക്കണം കേട്ടോ, മറന്നു പോകും. ഇതിൽ ഇപ്പം നോക്കിയേ, കറക്റ്റായില്ലേ? കറക്റ്റായിട്ട് കിട്ടിയോ? ഇയർ 2012-14 സ്മോക്കേഴ്സ്, പാൻ യൂസേഴ്സ്, ആൽക്കഹോൾ യൂസേഴ്സ്, അതർ യൂസേഴ്സ്. ക്ലിയർ അല്ലേ?
അപ്പം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടാഗുകൾ ടേബിള് TR TD TH ഈ 3 ടാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടേബിള് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. 30 പേരാണ് ക്ലാസ്സിലുള്ളത്. ബാക്കിയുള്ളവർ എവിടെ പോയി? ഓക്കെ. അപ്പം ബാക്കി ഇതിനകത്ത് കോൾസ്പാനും റോസ്പാനും വരുന്നത് അടുത്ത നാളത്തെ ക്ലാസ്സിൽ നാളെ തന്നെ എടുക്കാം. കാരണം അല്ലേ നിങ്ങൾ മറന്നുപോകും. നാളത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് കോൾസ്പാൻ ഉപയോഗിച്ചത്. ജസ്റ്റ് ഇന്ന് കോൾസ്പാൻ കാണിച്ചു, അതേപോലെ റോസ്പാൻ ഉപയോഗിച്ചു എങ്ങനെ മെർജ് ചെയ്യുക എന്നുള്ളത് ഞാൻ നാളെ കമ്പയർ ചെയ്യാം. നമുക്ക് നിർത്തിയാക്കാം അല്ലേ? ഓക്കെ, സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, എന്നാൽ അറ്റൻഡൻസ് വേഗം പറഞ്ഞേ. അഭിഷേക, അജിത്ത് ഉണ്ടോ? അജിത്തുണ്ട്. പിന്നെ അക്ഷയ് ഉണ്ടോ? അല്ല, അശ്വന്ത് ഉണ്ടല്ലോ. അശ്വന്തം. അടുത്ത അനന്തോ കൃഷ്ണൻ. ഓക്കെ, ഇനി ഒരാളെ ഭരത് കൃഷ്ണൻ ഉണ്ടോ? ഭരത്. ഹരീഷ് ഉണ്ടോ? ഹരീഷ്. ദീപക്. ഓക്കെ, ഹരീഷില്ല. അടുത്ത ജീവൻലാൽ. ഓക്കെ, ജിതിലാൽ. കാർത്തിക്. ഇല്ല. അത് മുഹമ്മദ് ഷഹൽ. ഓക്കെ, അടുത്ത് ഓക്കെ. ജാസിം ഉണ്ടോ? മുഹമ്മദ് ജാസിം. ഓക്കെ, ഷംസീർ. ഉസ്താദ്. അടുത്ത ഓംകാർ. അടുത്ത ശ്രീരാഗ് ഉണ്ടോ? ശ്രീരാഗ്. ഓക്കെ, ശ്രീരാഗ്. സുദർശൻ. അടുത്ത ആദിത്യ. അനഘ.